എല്ലാവർക്കും നമസ്കാരം. പാലു ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. പാലു ഒന്നും കൂടെ പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ ഇന്ന് ആര്യയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ആര്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 8-ാം തീയതി വരുമ്പോൾ 2 മാസമാവും. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ചേട്ടനോട് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇവളുമായിട്ട് പോകാൻ പറ്റാത്തതാണ്. ആര്യ കുറേ പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. ഇന്നൊന്ന് ചേട്ടൻ പോണതിന് മുമ്പ് അവളുടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിക്കണം. അപ്പം നമ്മൾ അങ്ങോട്ട് പോണ യാത്രയും പിന്നെ ആര്യയുടെ വീടും എല്ലാം കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക. ഓക്കെ. കയറി കയറി പാട്ട് പാടില്ല. പാട്ട് വെക്കാനേ പാടില്ല. പാട്ട് നിരോധിത മേഖലയാണ്. രാവിലെ ഞങ്ങളുടെ ഈ വഴിയിൽ നടക്കണ ആളുകളാണ് ഇതെല്ലാം. രാവിലെ എന്നും കുറേ ആളുകളുണ്ടാവും. ഒരു 4-4:30 ആകുമ്പോൾ തുടങ്ങും ആളുകൾ. രാത്രിയിൽ 11 മണി വരെ ഉണ്ടാവും ആളുകൾ. രാത്രിയിലും ഉണ്ടാവും നടക്കാൻ. 6 മണി തൊട്ടേ തുടങ്ങും. ഒരു 5 മണി തൊട്ട് തുടങ്ങി രാത്രി 11 മണി വരെയൊക്കെ നടക്കുന്ന ആളുകളുണ്ട് ഇതിൽ. ഇതാണ് പാലുവിൻ്റെ യൂറോ കിഡ്സിലേക്ക് പോകുന്ന വഴി. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് വണ്ടിയിൽ തിരിച്ച് കയറി. കാപ്പി കുടിച്ചൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ഹോട്ടലിൽ കയറി അപ്പവും കടലക്കറിയും കഴിച്ച്. അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പത്തനാപുരത്തേക്കുള്ള യാത്രയിലാണ്. നല്ല ദൂരമുണ്ട്. ഭയങ്കര ഒത്തിരി സമയം എടുക്കും. എനിക്കാണെങ്കിൽ ഇത്രയും സമയം ഇരിക്കണ ഓർത്ത് തന്നെ പേടിയാവും. ട്രെയിനിന് പോയാൽ മതിയായത്. അവരുടെ വീടിൻ്റെ അവിടം വരെ ഉണ്ട്. ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലം വരെ ട്രെയിനുണ്ട്. പക്ഷെ ലഗേജൊക്കെ എല്ലാം ആര്യയുടെ കുറച്ച് സാരികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ വന്നപ്പോൾ കൊണ്ടുപോകാൻ എടുക്കാൻ വന്നിട്ട് കൊണ്ടുപോയില്ല. അതും പിന്നെ നമുക്ക് പാലുവിൻ്റെ എല്ലാ കാര്യങ്ങളുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ കയറുമ്പോൾ പിന്നെ പാടാം. അതുകൊണ്ട് പിന്നെ കാറിൽ തന്നെ പോരാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കുമരകം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും. തിരുവട്ടൂരൊക്കെ കഴിഞ്ഞ് വന്നൊരു സ്ഥലത്ത് നിർത്തിയേക്കാം പാലുവിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ പാല് കൊടുക്കണതാണ്. അപ്പോൾ ഇന്ന് അവൾ അവിടെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവള് പുറത്ത് പോയി ഇവൾക്കൊരു കുഴപ്പമുണ്ട്. ഇവള് ഒന്നും കഴിക്കുകയല്ല. പിന്നെ കാരണം പാലെങ്കിലും കൊടുത്താൽ സമാധാനമായതുകൊണ്ട് പാലെന്നാ കൊടുത്തേക്കാം. എന്നിട്ട് അപ്പോൾ ഞങ്ങൾ തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് ദൂരം പോകാനുണ്ട്. അപ്പോൾ പാലെടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ട് ഛർദ്ദിച്ച്. അപ്പോൾ എനിക്കൊരു സുഖമായി. ഛർദ്ദിക്കണവരെ എനിക്ക് എന്താണ് രാവിലെ വെളുപ്പിനേക്ക് എഴുന്നേറ്റുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. വെളുപ്പിന് എഴുന്നേക്കാറുണ്ട്. അതല്ല എന്താണെന്നറിയില്ല. ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സുഖമായി. ഞാൻ ഈ വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് കാരണം അതിൻ്റെയൊക്കെ ഗുളിക ഡോക്ടർ എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി അതെല്ലാം കൂടെ കഴിച്ച് അതെന്താണ് പറ്റിയില്ല. പാല് കൊടുത്തിട്ട് വേണം ഇനി പോവാൻ.
കുടിച്ചു. എന്താ അത്? താഴെ പോ. ആ ഞാനും പിന്നെന്താ ലിറ്റിൽ ജോയ്. കുടിച്ചോ 2 കൈ കൊണ്ട് മുറുകെ പിടിക്കും. നമ്മൾ എവിടേക്കാണ് പോണത്? പത്തനാപുരം. പറഞ്ഞേ പത്തനാപുരം. കാല് തന്നെ വീഴും. എന്താ കാല് വേണ്ട, കാല് കഴിഞ്ഞിട്ട് വീഴും. നമ്മളെവിടെ വരെ പോണു പാലി? നമ്മളെപ്പോൾ എത്തും പാലു? നമ്മളെപ്പോൾ എത്തും? അവിടെ വെക്കണ്ട മറിയും അവിടെ വെച്ച് മറിയും. ഉടുപ്പിൽ മറിയും. ഉടുപ്പ് നനയും. ഉടുപ്പ് നനയുമ്പോൾ നിനക്ക് അടിയും കിട്ടും, ഒരു ഉടുപ്പും കിട്ടും. അല്ലേ? എന്തൊക്കെ കിട്ടും? എന്തൊക്കെ കിട്ടും? അടി കിട്ടും, പിന്നെ ഒരു പുതിയ ഉടുപ്പും കിട്ടും. അല്ലേ? നമ്മളിങ്ങനെ താമസിച്ചു പോലെ വരൂ. അവിടെ നമ്മൾ 1 മണിക്ക് മുമ്പ് എത്തണ്ടേ? അതെ, കുടിച്ചാൽ തീരും. വേഗം കുടിക്കുക ബാലു. എവിടെ പോവാ? പറ, എവിടെ പോവാ? പട്ടുപാവാട അല്ല, പത്തനാപുരം. ദീപിലി ഏട്ടന്റെ വീട്ടിൽ പോവാ അല്ലേ? അവിടെ ആരൊക്കെ ഉണ്ട് ദീപിലി ഏട്ടന്റെ വീട്ടില്? ദിലീപിന്റെ അമ്മയുടെ പേര് അമ്പിളി എന്നാ, അതിനെ അമ്പിളി മാമൻ എന്നാ വിളിക്കണേ. പിന്നെ ആരുണ്ട്? പിന്നെ ആരാ അവിടെ? ഡോഗ് ഇല്ലേ അവിടെ? ഡാഷ ഉണ്ടല്ലേ? അതാരാ അവിടുത്തെ ഡോഗ്? അങ്ങനെ പത്തനാപുരത്തെത്തി. നമുക്ക് കടയിലും ബേക്കറിലൊക്കെ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകണം. ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പത്തനാപുരത്താണ് നിൽക്കുന്നത്. അവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് ആവണീശ്വരത്തേക്ക്. വിളിച്ചോ? പാലും ഉണ്ട്. പാലും ടയേർഡായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇനി എത്തി കഴിഞ്ഞിട്ട് ആര്യയുടെ വീടൊക്കെ കാണിച്ച് തരാം നിങ്ങൾക്ക്. ഇതാണ് ആര്യയുടെ വീട്ടിലേക്കുള്ള വഴി. ആര്യയുടെ വീട്ടിലേക്കുള്ള വഴി. ദിലീപ് പതുക്കെ നിപ്പുണ്ട്. അപ്പൂപ്പൻ ഹായ് പറ. ഞാൻ കണ്ടില്ല കേട്ടാ, ഞാൻ വേറെ ആരാണെന്ന് ഓർത്തത്. ഞാൻ കണ്ടു.
അവിടെ വെക്കി പാലു. ഇനി ഉറങ്ങാം കുറച്ച് നേരം കേട്ടോ. ആ ചേച്ചി ഉറങ്ങണം. ഉച്ചയ്ക്ക് മേല് കഴുകിയിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങി എന്നിട്ട് നമ്മൾ സ്ഥലത്ത് പോകണം. സ്ഥലത്ത് പോകും ഉറങ്ങിയത്. പറഞ്ഞാൽ തൃപ്പൂണിത്തുറയ്ക്ക് വേണോ നോക്കി പാലു? വരുന്നുണ്ടോ ചോദിക്കും ഇങ്ങോട്ട്? എന്തിന്? എനിക്ക് പേടിയാവുന്നുണ്ട്. പ്രശ്നമായി തുടങ്ങി. ബാ താശ പാവല്ലേ കണ്ണാ. ബാ ഞങ്ങളുടെ വീട്ടിലവിടെ ഉണ്ടല്ലോ 6 മാസത്തെ ഈ ഇത് വെച്ചിട്ട് അവരൊരു കാൽക്കുലേഷൻ എടുക്കില്ല. ഇത് വെക്കാതിരുന്ന എന്നിട്ട് വെച്ചിട്ട് ബില്ലടിച്ചു കൊടുക്കണം. അതവരുടെ അടുത്തുള്ള ആരും ഒത്തു കൊടുത്തത്. കുക്കി താഴെ ഇട്ടതാ മനഃപൂർവ്വം. എന്താ അറിയുക, വെളിയിൽ ഇറങ്ങാൻ വേണ്ടിട്ട്. ആരും അവിടെ ലെവലല്ലാത്തോണ്ട് നീ ഉരുട്ട് വീഴും. ഊണൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാലുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ പാലു പറഞ്ഞു എന്താ ഉറങ്ങൂലായിരുന്നു. ആര്യയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞാലും അത്രയും യാത്ര ചെയ്ത് വന്ന് ക്ഷീണമുള്ളത് കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ആര്യ അപ്പുറത്തുണ്ട്. ആര്യ ദിലീപിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെയും പണിക്കാരുണ്ട്. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പുറത്ത് പോയി ഞാനത് വീഡിയോ അധികം എടുക്കാത്തത്. അപ്പോൾ നമ്മൾ പകലത്തെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയായി, എല്ലാവരും ഉറങ്ങാൻ തുടങ്ങാൻ പോകണം. ഓരോ റൂമുകളിലേക്ക് പോയി. അപ്പോൾ അവിടെയൊക്കെ ഇന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ മണി 11 ആയി. ഇനിയിപ്പോൾ പാലും ഉറങ്ങി.
നമുക്ക് ഉറങ്ങണം, ഒന്ന് ഫ്രഷായി ഇനി വന്ന് ഉറങ്ങണം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദിയും സന്തോഷമുണ്ട്. അപ്പം നാളെ രാവിലെ കൊട്ടാരക്കര അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.